ആഘോഷലഹരിയിൽ പുതുവർഷത്തെ വരവേറ്റ് പറവൂർ ചിറ്റാറ്റുകരയിലെ ന്യൂ ഇയർ ക്ലബ്. പറവൂർ നഗരസഭ 14-ാം വാർഡ് കൗൺസിലർ നിമിഷയുടെ അധ്യക്ഷതയിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പറവൂർ സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കെ.എ. വിദ്യാനന്ദൻ നിർവഹിച്ചു. കൊച്ചു കലാകാരന്മാരുടെയും കലാവിരുന്നും ഡിജെയും പുതുവത്സര ആഘോഷങ്ങളെ കൂടുതൽ വർണ്ണാഭമാക്കി. പറവൂർ നഗരസഭ 14-ാം വാർഡിലെ ചിറ്റാറ്റുകര പ്രദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് 16 വർഷമായി നടത്തിവരുന്ന ക്ലബിന്റെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ നിമിഷ അധ്യക്ഷത വഹിച്ച സമ്മേളനം പറവൂർ സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും മുൻ വാർഡ് കൗൺസിലറുമായ കെ.എ. വിദ്യാനന്ദൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി അഖിൽ സി.എ, പ്രസിഡന്റ് ഗോകുൽദാസ്, വിവിധ റെസിഡൻസ് ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പറവൂരിലെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും ചേർന്ന് അവതരിപ്പിച്ച കലാവിരുന്നും മ്യൂസിക്കൽ ഫ്യൂഷൻ വിത്ത് ഡിജെയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. തുടർന്ന് 20 അടി ഉയരമുള്ള പപ്പാനിയെ കത്തിച്ചാണ് ക്ലബ് അംഗങ്ങൾ പുതുവർഷത്തെ വരവേറ്റത്. 16 വർഷമായി ഈ വാർഡിൽ ഒരു നവകേരള വെൽഫെയർ സൊസൈറ്റി ഉണ്ട്. അതിന്റെ ഭാഗമായി ഒരുപാട് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സവിശേഷത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു 20 അടി ഹൈറ്റ് ഉള്ള ഒരു ക്രിസ്മസ് തന്നെ പപ്പാനിയുടെ ഒരു രൂപം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ദിവസങ്ങളോളം കുട്ടികൾ കടന്ന് വളരെയധികം നിരന്തര പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഒരു പപ്പാനി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ രാത്രി 12 മണിയാകുമ്പോഴത്തേക്കും ഇത് കത്തിച്ചിട്ടാണ് നമ്മൾ 2024 വരവേൽക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ന്യൂസ് ബ്യൂറോ, പറവൂർ. ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിന്റെ തീരത്ത് നിന്ന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെയില്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.